എല്ലാവർക്കും നമസ്കാരം. തമിഴ്നാടിൻ്റെ GDP 35.678 ട്രില്യൺ എന്ന് പറഞ്ഞാൽ ലക്ഷം കോടി. ഒരു വർഷം അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ ഒരു 18%, 20% GST ആയിട്ടും മറ്റൊക്കെ ആയിട്ട് ഗവൺമെൻറ്റിന് വരുമാനം വരും. കേരളത്തിൻ്റെ GDP 14 ലക്ഷം കോടി. അത്രയും തന്നെയില്ല, 13,11,437 കോടി. എനിക്കിത് വായിക്കാനറിയാം, പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞാൽ ഇത് വായിക്കില്ല. 13,11,437 ലക്ഷം കോടി കേരളത്തിൻ്റെ GDP. തമിഴ്നാടിൻ്റെ 1/3 GDP ഉള്ള കേരളത്തിൽ 58 പേരെ സേവിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ. എങ്ങനെയുണ്ടോ കേരളത്തിൻ്റെ അവസ്ഥ? നമ്മുടെ സാറുമാർ നമ്മൾക്കിട്ട് സേവിക്കുന്ന രംഗമായി പറഞ്ഞത്. ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം തുടങ്ങേണ്ട സമയമായി. അന്ന് ബ്രിട്ടീഷുകാരായിരുന്നു ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ ഓടിക്കേണ്ടതെങ്കിൽ നമുക്ക് ജീവിച്ചിരിക്കണേ ഇവന്മാരെ ഓടിച്ചേ പറ്റുള്ളൂ ഇവിടുന്ന്. അത് ജനം മനസ്സിലാക്കണം. ഈ രീതി പോവുകയാണെങ്കിൽ ഈ കേരളം തമിഴ്നാട്ടിൽ ലയിപ്പിക്കേണ്ടി വരും. കേരളം തമിഴ്നാട്ടിൽ ലയിപ്പിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഭരിക്കുന്നവരോട് പറയട്ടെ, കേരളം തമിഴ്നാട്ടിൽ ലയിപ്പിക്കണമെന്നൊരു എലക്ഷൻ, ഒരു ജനഹിത പരിശോധന നടത്തിയാൽ ഈ അന്തം തൊഴിച്ച് ബാക്കി മുഴുവൻ മനുഷ്യൻ പറയും ഇതങ്ങോട്ട് ലയിപ്പിച്ചോ. ഈ മുടിഞ്ഞ ഭരണം, ഈ മുടിഞ്ഞ പരിപാടി, ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഒടുക്കത്തെ പിരിവ്, ഈ ഒടുക്കത്തെ ശമ്പളം, പെൻഷൻ മടുത്തെന്ന് ഞാൻ പറയും. ധൈര്യം ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട്, അല്ലെ ഇവിടുത്തെ ഭരണ നേതൃത്വത്തോട്, നിങ്ങളൊരു അഭിപ്രായ സർവേ നടത്തി നോക്കിയേ. എന്നോടൊക്കെ എത്ര പേരാ വിളിച്ച് പറയുന്നറിയോ, ഈ മുല്ലപ്പെരിയാർ ഒന്ന് ഭണ്ഡാരം പൊട്ടിയായിരുന്നെങ്കിൽ, കുറേ മുങ്ങിപ്പോയായിരുന്നെങ്കിൽ ബാക്കിയുള്ളത് തമിഴ്നാട് ഏറ്റെടുത്തോണ്ടായിരുന്നു. പറയാൻ കാരണമുണ്ട്. അവിടുത്തെ റേഷൻ കടയിലൊന്ന് പോയി നോക്കിയേ, എന്നിട്ട് ഇവിടുത്തെ റേഷൻ കടയിലോട്ട് വാ. കേരളത്തിൽ അരി വേണമെങ്കിൽ പോയി ക്യൂ നിന്ന ഇത് വെച്ചാലേ കിട്ടുള്ളൂ. ബ്രാൻഡി വീട്ടിലെത്തിച്ച് കൊടുക്കും. എങ്ങോട്ടാണ് ഇത് പോകുന്നത്? അരി വേണേ പോയി ക്യൂ നിൽക്കണം ആൾക്കാർ. ബ്രാൻഡി വീട്ടിൽ 500% നികുതിയായിട്ട്. ഇന്ന് ഞാനൊരു ചെറിയ ആയക്കട ഇരുന്നാൽ പറയാം, ഓ എത്ര ബാറാന്നറിയാമെന്ന് ചോദിച്ചാൽ പുതുത് വരുന്നത് പടാന്ന് പണിയുവാ. അടുത്ത ഇലക്ഷൻ ഇപ്പുറം ഇത് ഉദ്ഘാടനം ചെയ്തില്ല ലൈസൻസ് കിട്ടുമെന്നൊരു സംശയം ഉണ്ടെന്ന്. മനുഷ്യനെ മദ്യത്തിലും മയക്കുമരുന്നിലും മൂക്കി നാശിപ്പിക്കുന്ന ഒരു പരിപാടി തമിഴ്നാട്ടിൽ പറഞ്ഞു. സാധാരണക്കാരൻ്റെ ജീവിതം നശിപ്പിക്കുന്ന മദ്യത്തിൽ നിന്നുള്ള വരുമാനം വേണ്ടെന്ന്. ലോട്ടറി അവിടെ ഇല്ല. നമ്മളിങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ പൊള്ളാച്ചിയിലും കമ്പത്തും ചെക്ക് പോസ്റ്റിൻ്റെ തീരത്ത് അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റിൻ്റെ സൈഡിൽ വലിയ കച്ചവടമാണ് ലോട്ടറി. തമിഴ്നാട്ടിൽ ഇത് വിൽക്കാൻ സമ്മതിക്കില്ല. ഈ പിടിച്ചുപറി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയുമുള്ള വ്യത്യാസം അതിനകത്ത് കിടക്കുന്നത്. 6 ലക്ഷം കോടിക്ക് മുകളിൽ കടമുണ്ട്. അതിപ്പോൾ ഈ ഭരണം തീരാറാകുമ്പോഴത്തേന് 7 ലക്ഷം കോടി. ഈ 58 പേർക്ക് ഒരുത്തം വീതം അടുത്ത 30 വർഷം തിന്നാൻ പോകുന്നത് 20 ലക്ഷം കോടി. കേരളത്തിൻ്റെ GDP 14 ലക്ഷം കോടി. അടുത്ത 30 വർഷം കൊണ്ട് ഇത് എളുപ്പത്തിന് കൂട്ടിയാൽ 420 ലക്ഷം കോടി. അത് കേരളത്തിൽ മുഴുവൻ വരുന്നതാണ്. പക്ഷേ ഓരോ വർഷവും കേരളത്തിൻ്റെ GDP കുറയുക, ആൾക്കാർ തണ്ടി നടക്കുക. പിന്നെ എവിടുന്നാണ് GDP ഉണ്ടാകുന്നത്? അങ്ങനെ വരുമ്പോൾ ഈ 14 എന്നുള്ളത് 13 12 10 കുറഞ്ഞു വരുമ്പോഴും ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന വിടുത്തൽ അങ്ങോട്ട് കുറയല, അതങ്ങോട്ട് കയറുക. പിന്നെ അങ്ങനെ കയറുമ്പം 420 ലക്ഷം കോടി എന്ന് പറയുന്ന ഈ പോക്ക് പോയാൽ 300 ലക്ഷം കോടി പോലും ഉണ്ടാകുകയില്ല. അതിൻ്റെ ഒരു 18% വല്ലതും വരുമാനം കണക്കൂട്ടി നോക്കിയാൽ ഒരു 50-60 കോടി താഴെ വരുള്ളൂ. അത് മുഴുവൻ ഇവന്മാർ കൊണ്ടുപോകും ശമ്പളവും പെൻഷനുമായിട്ട്. അതുകൊണ്ട് ഇത് കുറച്ചേ പറ്റുള്ളൂ. ഈ പരിപാടി പറ്റിയല്ലത്. കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് നാറ്റക്കേസ്, പെണ്ണുകേസ്, ചീളുകേസൊന്നുമല്ല. അതെല്ലാം കൃത്രിമമായിട്ട് ഉണ്ടാക്കി വിടുന്നതും അല്ലാത്തതും എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇതുപോലെയുള്ള കാര്യം വെളി വരാതിരിക്കാനാ. വില്ലേജ് ഓഫീസിൻ്റെ വലിപ്പം അതിൻ്റെ ഏരിയ 10 ഇരട്ടി വലുതാക്കണം. 2 ഓഫീസർമാരെ ആക്കണം. ഒരു വില്ലേജ് ഓഫീസറെ
ഒരു അസിസ്റ്റന്റ് ഓഫീസ് തൂത്തുവരെ വാരണം. നിനക്കൊക്കെ പറ്റുകരെ ഇറങ്ങിപ്പോ. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ പിള്ളേർ ഇവിടെ ഉണ്ട്, അവർ കയറി ഇരുന്നോളും. അത് ചെയ്യാൻ പിള്ളേർ തയ്യാറാ. കമ്പ്യൂട്ടർ എടുത്ത് വെച്ചിട്ട് OTP എടുക്കാൻ അറിയത്തില്ല, ഇത് ഓൺ ചെയ്യാൻ അറിയത്തില്ല, ഇത്തരൊരു സാധനം എടുക്കാൻ അറിയത്തില്ല, വായും പൊളിച്ച് നോക്കിയിരിക്കുക. അറിയാവുന്ന പിള്ളേർ ഇവിടെ വെളിയിലുണ്ട്, അവർ ചെയ്തോളും. ഇറങ്ങിപ്പോ നീയൊക്കെ. എൻ്റെ നാട്, ഉദ്യോഗസ്ഥന്മാരോട് പറയട്ടെ, നാട്ടുകാരോട് പറയട്ടെ, നമ്മുടെ നാടിൽ അത്ര നല്ല ഒരു നാട് ലോകത്തിലൊരിടത്തുമില്ല. നല്ല കാലാവസ്ഥ, ഒരു മാസം പോലും മഞ്ഞ് വീണ് കിടക്കുകയില്ല. നല്ല വെള്ളം, നല്ല കടൽ, നല്ല തീരങ്ങൾ, എല്ലാ കൃഷിയും ചെയ്താൽ വളരും. ധാരാളം റിസോഴ്സസ്. വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങൾ വന്നിട്ട് പറയുക, കേരളത്തിൽ ഉള്ളതുപോലെ റിസോഴ്സസ് ഉള്ള വേറൊരു സംസ്ഥാനം ലോകത്തില്ല. പക്ഷേ കേരളത്തിലുള്ളതുപോലെ കള്ളന്മാർ ലോകത്തിലുള്ളതുമില്ല. ഇവിടെ ഉള്ളത് കൊലയോടെ. പണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു പേഴ്സൻറ്റേജ് ആയിരുന്നു കൊണ്ടുപോകുന്നത്. ഇപ്പം അങ്ങനെയല്ല. 100 കോടിയുടെ പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ 90 കോടി ഉമ്മാർ കൊണ്ടുപോവുക. അതെങ്ങനെ നോക്കും? 10% കമ്മീഷൻ എന്ന് കേട്ടിട്ടുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം 90% കമ്മീഷൻ. അതുകൊണ്ടല്ലേ താറൊക്കെ ഇങ്ങനെ ചാണകം പോലെ ഉരുട്ടിയെടുക്കുന്നത്. പലയിടത്തും താറങ്ങി കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങനെ പൊളിച്ചെടുത്താൽ ഉരുട്ടി ഇങ്ങോട്ട് എടുക്കാം താറ്. ഇത് മുഴുവൻ ദുബായിലോട്ട് പോവുക, ഈ പൈസ മുഴുവൻ ബിനാമി പേരിൽ, കുറേ അമേരിക്കയിലും. ഇവനൊന്നും അനുഭവിക്കുകയില്ലെന്നുള്ള 100% സത്യം. ആമ്പിള്ളേർ കൊണ്ടുപോകുന്നത് ബിനാമി പേരിൽ ഉണ്ടാക്കിയിട്ടേക്കുന്നൊക്കെ. നാട് മുടിഞ്ഞ് മുദ്രയിട്ടു. കിട്ടുന്നത് ജനത്തിനെ മുഴുവൻ കൊള്ളയടിച്ച് പിരിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ വായിലോട്ട് എന്തരെ തള്ളുന്നത്. ഇത് സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? എവിടെ നിന്നെടുത്ത ഈ പാവപ്പെട്ട ജനം ഇത് കൊടുക്കുന്നത്? അതുകൊണ്ട് കൃത്യമായിട്ട് പറയട്ടെ, ഒന്നാമത് എഴുതാനും വായിക്കാനും അറിയത്തില്ലാത്തവരൊക്കെ കയറ്റി അങ്ങോട്ട് ഇരുത്തും. അവരൊക്കെ ഇതുവല്ലോ അറിയാവോ ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന്? ഒരു 300 കോടി രൂപയ്ക്ക് മുകളിൽ ഈ രീതി പോയാൽ, 300 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ ഈ രീതി പോയാൽ അടുത്ത 30 വർഷം കൊണ്ട് GDP ഉണ്ടാവില്ല. വെളിയിൽ പോകുന്ന പിള്ളേർ ഇങ്ങോട്ട് 5 പൈസ അയക്കല. കാരണന്മാരെ കൊണ്ടുപോകുന്നതിനെ കൊണ്ടുപോകും. ബാക്കിയുള്ളതിന് ഒരു 10-15 രൂപ മാസം അയച്ചു കൊടുക്കും ഓട്സും പാലും മേടിക്കാൻ. അത് നിന്ന് ഈ കളവന്മാരെല്ലാം ചത്തുകെട്ട് പോകും. ഞാൻ ഉൾപ്പെടെ 40 വയസ്സിന് മുകളിലുള്ളവനെല്ലാം ചത്ത് കേട്ടുപോകും. പിള്ളേരെങ്ങനെ ഇവിടെ ജീവിക്കും? ഒന്നെങ്കിൽ ഇതുങ്ങളെല്ലാം ഇന്ന് ഭായിമാർ ബംഗാളിൽ നിന്ന് ഇവിടെ അവിടെ എല്ലാം പോയതുപോലെ പോകും. അല്ലെങ്കിൽ ഇത് പിടിച്ചുപറിയുടെ മോഷണത്തിൻ്റെ, ബലാത്സംഗത്തിൻ്റെ, കത്തിക്കുത്തിൻ്റെ, സെക്സിൻ്റെ, അധപ്പതനത്തിൻ്റെ ഒരു നാടായി ഇത് മാറും. ഇപ്പം തന്നെ ആയി. 4 വഴിക്കും ബാറ്, ബ്രാൻഡിക്കട ആവശ്യം പോലെ, ലോട്ടറിയും ചൂതാട്ടവും ഇഷ്ടം പോലെ, പെണ്ണുങ്ങൾ കൊണ്ടു നടന്നു കൊടുക്കാൻ പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ. പല പീഡനങ്ങളും വരുന്ന സമയത്ത് പീഡനമൊന്നുമല്ല. ആദ്യം ബെസ്റ്റിയാണ്, പിന്നെ പ്രേമമാണ്, പിന്നെ അവസാനം അത് പിന്നെ കിടപ്പായി, പിന്നെ അത് വലിയ വിഷയമായി. ഇത് അവസാനം ഇത് പീഡനമാകുന്ന എപ്പോഴാ? പൈസ വെക്കാതെ വരുമ്പോഴാ. ആരേലും പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ പൈസ തരാമെന്ന് പറഞ്ഞാൽ അതിന് കുറേ പെണ്ണുങ്ങളും. ഇതെങ്ങോട്ടായി നാട് പോകുന്നതോ? അതുകൊണ്ട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇത് കൂടി ചീണ് കേസിൻ്റെ പുറകെയൊക്കെ നിൽക്കാതെ നമ്മുടെ എല്ലാം ചോര ഊറ്റി ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുക, ശമ്പളവും പെൻഷനുമായിട്ട്. ഇത് തിരിച്ചറിയണം. ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം. അതിനനുകൂലമായിട്ട് വരുന്ന രാഷ്ട്രീയക്കാർക്ക് വോട്ട് ചെയ്യണം. എല്ലാവരുടെയും കയ്യിൽ 30%, 32% ഒക്കെ വോട്ടേ ഉള്ളൂ. പൊതുജനം എഴുന്നേറ്റ് നിൽക്കേണ്ട പോലെ നിന്നാൽ ഈ 10 ലക്ഷം ശമ്പളക്കാരും പെൻഷൻകാരും രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിൽ കൂട്ടിയാൽ 5 ലക്ഷം കൂടെ കൂട്ടിക്കോ, ഈ ജനത്തിനെ പറ്റി ജീവിക്കുന്നവന്മാർ. അങ്ങനെ 15 ലക്ഷത്തിനെ അങ്ങോട്ട് ഒറ്റപ്പെടുത്തിയാൽ കളി നേരെ നടക്കും. ചെറുപ്പക്കാരോട് പറയട്ടെ, നിങ്ങൾ ഇനി വോട്ട് ചെയ്യാതെ ഈ സാമാനത്തെ പണിതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടല്ലോ വിവരം അറിയും. നിങ്ങൾ എഴുന്നേറ്റിട്ട് നിങ്ങളുടെ ഭാവി, നിങ്ങൾ ഈ തലമുറയുടെ ഉത്തരവാദിത്തം ഏറ്റില്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെ സകലതും നശിച്ച് നരടക്കനെടുത്തു പോകും. അതുകൊണ്ട് എല്ലാവരോടും പറയട്ടെ, അവനവൻ്റെ അപകടം, അവനവൻ്റെ സാഹചര്യം, ഈ മണ്ണ് പോയിട്ട് നമ്മുടെ നാടായത്. തമിഴ്നാടെന്നൊരു വികാരമുണ്ട്, കർണാടകക്കാരന് കന്നഡ എന്നൊരു വികാരമുണ്ട്, വടക്കേന്ത്യക്കാരന് വടക്കേന്ത്യ എന്നൊരു വികാരമുണ്ട്, മലയാളിക്ക് ഒരു വികാരവും ഇല്ല.
ഇതിങ്ങനെ പോയാൽ പറ്റിയരുത്. നമ്മുടെ നാട് കഴിഞ്ഞിട്ട് മതി കുറച്ച് ഉദ്യോഗസ്ഥന്മാരും കുറച്ച് രാഷ്ട്രീയക്കാരും കുറച്ച് ശമ്പളക്കാരും കുറച്ച് പെൻഷൻകാരും. എൻ്റെ ഉണ്ടല്ലേ ഞാനുള്ളൂ. അത് ലോകം മുഴുവനുള്ള മലയാളി ചെറുപ്പക്കാർ മനസ്സിലാക്കിയിട്ട് നിങ്ങളിനി ഇതിനനുസരിച്ച് പ്രതികരിക്കണം, ഇതിനു വേണ്ടി പ്രവർത്തിക്കണം. അല്ലെങ്കിൽ ഈ നാട് നശിച്ചേ പോകും. നിങ്ങളതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം, പരമാവധി ആളുകളിൽ എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.